വിദേശകാര്യ വിദഗ്ധൻ ശ്രീ സനന്ദ് സദാനന്ദ് കൂടി ചേർന്നു. ഡോക്ടർ സനന്ദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ട്രംപിൻ്റെ പ്രതികരണം, അതിനോടുള്ള ഖത്തറിൻ്റെ മറുപടി. ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു, പിന്നീട് അത് അറിയിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്നായി. വളരെ നിരുത്തരവാദപരമായൊരു പ്രതികരണം എന്ന് തന്നെ വേണം കാണാൻ. ഖത്തറിനെ പോലെ സമാധാനത്തിന് മുൻകൈ എടുക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്നത് ഈ സമാധാന ശ്രമങ്ങളെ പിറകോട്ടടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയല്ലേ? തീർച്ചയായും ഖത്തറിന് മേലുണ്ടായിട്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് തീർച്ചയായും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം, ആ ഒരു ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളെയൊക്കെ പുറകോട്ടടിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ആദ്യം പറഞ്ഞ ട്രംപുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ട്രംപ് നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു നേതാവാണ്. പല വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും മാറ്റിപ്പറയുകയും പിന്നെ ഒരു എളുപ്പമില്ലാതെ എന്തും മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ്. ട്രംപിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇസ്രായേൽ ഒരു ആക്രമണം ഇവിടെ നടത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഇവരെ അറിയിച്ചു എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമാണ്. ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു ഇതാണ്, ഞങ്ങൾ അറിയിച്ചു, പക്ഷെ അറിയിക്കുന്നതിന് മുൻപായി ആക്രമണം, അതല്ലെങ്കിൽ ടെക്നിക്കലായ കാര്യങ്ങൾ മാത്രമാണ്. ഒരു പരിധിവരെ ആ വിഷയത്തിൽ ഖത്തറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഖത്തർ അതേസമയം തന്നെ അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ്. പലപ്പോഴും പല ആളുകളും ചർച്ചയിലും നേറ്റീവ്സ് ഒക്കെ പറയുന്നത് ഖത്തർ വേഴ്സസ് അമേരിക്ക എന്ന രീതിയിലല്ല. വാസ്തവത്തിൽ ഖത്തറിന്റെ ഗവൺമെന്റും അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമാണ്. നമുക്കറിയാം, അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. ആ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളമായിട്ടുള്ള അൽ ഉദൈദുള്ളത് ഖത്തറിലാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തവണ ഖത്തർ ഗവൺമെന്റ് ആണ് ട്രംപിന് വലിയ ഒരു എയർഫോഴ്സ് 1 സമാനമായിട്ടുള്ള വലിയൊരു വിമാനം കൈമാറിയിട്ടുള്ളത്. അതുപോലെയുള്ള അമേരിക്കയുടെ മേഖലയിലുള്ള പല സൈനിക നടപടികൾക്കും ബേസായി വർക്ക് ചെയ്തിട്ടുള്ളത് ഖത്തറായിരുന്നു. ഇപ്പൊ ലിബിയയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മൊണാർക്കിക്കൽ രാജഭരണകൂടങ്ങളെല്ലാം കൃത്യമായി അമേരിക്കയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലപാട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ആ രീതിയിൽ അമേരിക്കയുടെ മുഖം രക്ഷിക്കാനായിട്ട് അവർ പറയുന്ന ചില തൊടുന്യായങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അമേരിക്കയുടെ അറിവില്ലാതെ ഇസ്രായേൽ ചെയ്തിട്ടുള്ള സംഗതിയല്ല. കൃത്യമായി വളരെ പ്ലാൻഡ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിന്റെ ഒരു രീതി നോക്കിയാൽ അറിയാം. എങ്ങനെയാണ് ഇതിനു മുൻപ് ഇപ്പൊ നമ്മൾ ഇസ്മായിൽ ഹനിയേനെ വധിച്ചപ്പോ അല്ലെങ്കിൽ സിൻവറിനെയൊക്കെ വധിച്ച സമയത്ത് എങ്ങനെയാണ് ഇസ്രായേൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് വളരെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളെ വധിക്കുക എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം, മറ്റു പല രാജ്യങ്ങളിലും കടന്നു കയറി അവരറിയാതെയാണ് വധിക്കുന്നത്. അതിന് സമാനമായിട്ടുള്ള അതേ സർജിക്കൽ സ്ട്രൈക്കാണ് ഇവിടെയും നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇത് വളരെ കൃത്യമായ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അമേരിക്കയുടെ അറിവോട് കൂടിയിട്ടുള്ള ഒരു പക്ഷേ സഹായത്തോടും കൂടിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സഹായത്തോട് കൂടി നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ളതെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില വാദഗതികളും അതിന്റെ വാദങ്ങളും മറുവാദങ്ങളും മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊരു വാദം വരുന്നത്, ഇത് ഖത്തർ ഗവൺമെന്റിനും ഇത് അറിഞ്ഞെങ്കിലും അവര് എത്ര കണ്ട് ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളൊരു ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം ഒരു ആക്രമണം ഖത്തർ ഗവൺമെന്റിന്റെ അറിവോട് കൂടിയാണോ എന്നുള്ള സംശയവും ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ഖത്തറി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന അമേരിക്കയുമായിട്ടുള്ള എല്ലാ വക ഇൻഫർമേഷൻസും പരസ്പരം കൈമാറുന്നവരാണ്. അപ്പോൾ ഇത്തരം ഒരു മീറ്റിംഗ് മുൻകൂട്ടി നടത്തുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് ഖത്തറി ഗവൺമെന്റ് കൈമാറി എന്നുള്ളതും അപ്പോഴും സനന്ദ്, ഈ ഖത്തറിൽ വെച്ച് ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ്, അതിന് മുൻകൈ എടുക്കുന്നത് 2012 തൊട്ട് ഹമാസിന്റെ ഒരു പീസ് ഓഫീസ് പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പീസ് ടോക്സ് നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയും ആ ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ അത് ഖത്തറിന് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ആ തരത്തിൽ അങ്ങനെ ഖത്തറിന്റെ അറിവോടെ എന്ന ആ വാദം അത്ര നിലനിൽക്കുന്നതാണോ ആ തരത്തിൽ നോക്കുമ്പോൾ? ഒരു തരത്തിൽ അത് കൃത്യമാണ്. കാരണം ഖത്തറിനെ സംബന്ധിച്ച് അവർ വിളിച്ചു വരുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് അവരെ കാണിച്ചു കൊടുത്തു എന്ന രീതിയിലുള്ള വാദം ഒരു പരിധി വരെ വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതാണ്. പക്ഷെ ചില രീതിയിൽ നമുക്ക് പൂർണ്ണമായും ഖത്തറി ഗവൺമെന്റിന്റെ എല്ലാ വിഭാഗത്തിനും ഇത് അറിവില്ല എന്ന് പറയുമ്പോഴും അവിടെ ചില സംശയങ്ങൾ ഉദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ഉണ്ടായിട്ടുള്ള ഒരു സംഗതി. അതായത് നമുക്കറിയാം, ഈ പറയുന്ന വളരെ കൃത്യമായി ഇന്ന സ്ഥലത്ത് വരുന്ന ആക്രമണം എന്ന് പറയുന്നത് അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളിലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭൂരിപക്ഷവും ഈ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഒരാൾ മാത്രമാണ് ഈ പറയുന്ന ഖത്തറിന്റെ സോൾജർ ആയിട്ടുള്ള ആളുകൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
തീർച്ചയായും ഒരു രീതിയിൽ ഖത്തറിനെ അറിയാതെയാണ് ആക്രമണം എന്ന് പറയുന്നതിലും ചില സംശയങ്ങൾ അവിടെ ഉണ്ട്. പൂർണ്ണമായും അവരുടെ സമ്മതത്തോടെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ വെടിനിർത്തൽ ചർച്ചകളെ അതിനാണല്ലോ ഇവരവിടെ എത്തിയിട്ടുള്ളത്. ആ വെടിനിർത്തൽ ചർച്ചകളെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിനൊരു അവസാനം എന്നതിലേക്കുള്ള ചർച്ചകളെ ഇത് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്നലത്തെ ഈ ആക്രമണം? തീർച്ചയായും ഇത് ഇസ്രായേൽ, ഞാൻ ഇതിനെ നോക്കി കാണുന്നത് ഇസ്രായേലിന്റെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇസ്രായേൽ ഈ കിട്ടിയ ഒരു അവസരത്തിൽ പൂർണ്ണമായും പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ തന്നെയുള്ള ഒരു ക്ലെയിം തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ബേസിക് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാണ് 2 വർഷമായി തുടരുന്ന ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രമാത്രം ലോകത്തിലുള്ള അവർക്കെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. മറ്റു പല ലോക രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അടക്കം ഇസ്രായേലിനെ വിമർശിക്കുന്നു. അന്താരാഷ്ട്ര കോടതി, UN ഒക്കെ വിമർശിച്ചിട്ട് പോലും ഇസ്രായേലിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കിട്ടിയ അവസരം, പൂർണ്ണമായും ആ ഒരു പ്രദേശത്തെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ക്ലൈമിനെ തന്നെ ആ ഒരു ഭൂവിഭാഗത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഖത്തറാണ് ഇതിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന മുഖ്യ കക്ഷി എന്ന് പറയുന്നത്. അപ്പോ ഖത്തറിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുക എന്നുള്ളത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, സംശയമൊന്നുമില്ല. കാരണം ഖത്തർ പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കക്ഷിയോടെ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് പറയുന്ന ഈജിപ്ത് ആണെങ്കിലും ടർക്കിയൊക്കെ ആണെങ്കിലും അത്ര മേജർ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ഖത്തർ അറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേഷന് പ്രാധാന്യം കൊടുക്കുന്ന, ആ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് ആതിഥ്യം വഹിച്ചിട്ടുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ ഈ ശ്രമങ്ങൾ ഇല്ലാതാക്കുന്നതോടുകൂടി തീർച്ചയായും വിജയിക്കുന്നത് ഇസ്രായേലാണ്. കാരണം പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ലോകത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ പുതിയതായിട്ട് അംഗീകരിച്ചു വരുന്ന, അവർക്കതിൽ താല്പര്യമുള്ള ഒരു വിഷയമായി വരുമ്പോഴും ചർച്ച ഇല്ലാതാക്കുകയും അതുവഴി ഇസ്രായേലിന് അവരുടെ ആക്രമണങ്ങൾ കൂടുതൽ ഘടിപ്പിക്കാനും കൂടുതൽ ആളുകൾ ഒഴിപ്പിച്ചു പോകാനും കൂടുതൽ പ്രദേശങ്ങൾ ഇല്ലാതാക്കി മാറ്റാനും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ്. അവസാനം ബാക്കി വരുന്ന ആളുകളെ വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിൽ ചർച്ചയിൽ നോക്കിയറിയാം, ഇസ്രായേൽ അതിനായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പൊ സൗത്ത് സുഡാൻ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ബാക്കിയുള്ള ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാം എന്ന രീതിയിൽ വന്നിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഇസ്രായേൽ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് ചർച്ചകൾക്ക് തുരങ്കം വെക്കാനുള്ളതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള നടപടി എന്നതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. വളരെ നന്ദി ഡോക്ടർ സനന്ദ് സദാനന്ദ് സംസാരിച്ചതിന്. ഇതൊരു ഗ്രേറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഗ്രേറ്റ് അല്ല, ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്, വലിയൊരു പ്ലാന്റെ ഭാഗമാണ് എന്ന് വേണം സംശയിക്കാൻ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും വരികയാണ്. ഇനി MG മിഥുനുണ്ട്. മിഥുൻ, ഇപ്പോൾ ഡോക്ടർ PJ വിൻസെൻറ്റും ഡോക്ടർ സനന്ദും ഒക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അമേരിക്കയുടെ അറിവില്ലാതെ ഇത് നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ഖത്തറും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കുക, അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ഒരു തടയിടുക, സമാധാന ചർച്ചകൾക്ക് തടയിടുക എന്ന ലക്ഷ്യം. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഈ ആക്രമണം നടന്ന വേദി, ആക്രമണം നടന്ന സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ? ശ്രീജ, തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് തുടക്കം മുതലേ അവർ പറയുന്നത് ഈ ഹമാസിന്റെ അവസാന നേതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ തങ്ങൾ ഈ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ. അതല്ല എങ്കിൽ മറിച്ച് ഹമാസ് ഈ ഒരു ആയുധം താഴെ വെച്ചതിന് ശേഷം അവർ നിരുപാധികം കീഴടങ്ങുക, അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകാം, ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള നിലപാടിലാണ് ഈ നേതൃത്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖത്തറിന്റെ ഒരു ഇടപെടൽ. ഖത്തർ തന്നെയാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് എപ്പോഴും കോപ്പുകൂട്ടുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ഒക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഈ ഖത്തറിന് പുറമെ ഈജിപ്റ്റ്, ഒപ്പം തന്നെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമൊക്കെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഖത്തറാണ് ഇതൊരു മീഡിയേറ്ററായി പ്രധാനമായും എപ്പോഴും നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഈ ഇടപെടൽ അവസാനിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഒരു ആവശ്യമായി നമുക്ക് കണക്കാക്കി